ലിസ ബേബി, താനെന്താടോ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ വർക്കിലാണോ? ഇത്ര എഫിഷ്യൻസിയൊക്കെ വേണോ? ഹോ, നീ ആയിരുന്നോ? മനുഷ്യൻ പേടിച്ചു പോയല്ലോ. പിന്നെ എന്താ മോൻ പറഞ്ഞത്? ഇത്രയും എഫിഷ്യൻസി ഒന്നും വേണ്ടെന്നല്ലേ? സാറിൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാമല്ലോ മോന്. തന്നവർക്ക് കറക്റ്റ് സമയത്ത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ സാറ് എന്താ ചെയ്യാൻ പോണേന്ന് പറയാൻ പോലും പറ്റത്തില്ല. ചിലപ്പോൾ വലിച്ച് ഭിത്തിയിലൊട്ടിക്കും. പിന്നെ സാറിൻ്റെ സ്വഭാവം പ്രത്യേകിച്ച് നിനക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ സാറിൻ്റെ വായിന്ന് ചീത്ത കേൾക്കുന്നത് അത് നിനക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ഓഫീസിലെല്ലാവരും പറയുന്നത് നീ സാറിൻ്റെ ചെണ്ടയാണെന്നാ. പിന്നെ ചെണ്ട പോലും അതൊക്കെ അസൂയക്കാർ പറഞ്ഞുണ്ടാക്കുന്നേ. ഞാനും സാറും തമ്മി നല്ല കൂട്ടാ. പിന്നെ സാറിന് ആ മുൻശുണ്ടി മാത്രമേ ഉള്ളടി. ആളൊരു പാവമാ. അങ്ങേരുടെ വായിന്നേ നല്ല ചീത്ത കേൾക്കുമ്പോഴും മോൻ ഇത് തന്നെ പറയണം കേട്ടാ. പിന്നെ കള്ളം പറയുന്നതിനൊരു അതിരുണ്ട്. കാരണം എല്ലാ ദിവസവും അങ്ങേരുടെ നിന്നും വാങ്ങിച്ചു കൂട്ടിയിട്ട് മോൻ ആ ബാത്റൂമിൽ പോയിട്ട് നെല്ല വിളിച്ച് അങ്ങേരെ ചീത്ത പറയുന്നത് ഞാൻ കേൾക്കാറുള്ളതാണ് കേട്ടാ. പിന്നെ എനിക്ക് ഇവിടെ 100 കൂട്ടം പണിയുണ്ട്. ഇന്നിവിടെ ഇൻ്റർവ്യൂ നടക്കുക, പല പൊസിഷനിലേക്കുള്ള. നീയായിട്ട് സംസാരിച്ചിരുന്നാലേ എൻ്റെ സമയം പോവും. അപ്പോൾ മോൻ ചെല്ല്, വെറുതെ ഇവിടെ നിന്ന് പുളുവടിക്കാതെ. എടി, ഞാൻ കള്ളമൊന്നും പറഞ്ഞൊന്നുമല്ല. ഞാൻ ബാത്റൂമിൽ പോയിട്ട് കരയൊന്നുമല്ല. ഞാനിങ്ങനെ നമ്മൾ സൗണ്ടൊക്കെ നന്നാക്കാൻ വേണ്ടി സ്വാഗതം ചെയ്യത്തില്ലേ, നമ്മുടെ സൗണ്ട് ഒക്കെ നല്ല സോഫ്റ്റൊക്കെ ആകാൻ, ഞാൻ അതാ അവിടുന്ന് ചെയ്യുന്നത്. അതായിരിക്കും നീ കേട്ടത്. സ്വാഗതമോ? അതെന്ത് സാധനമോ? ഇനി നീ സാധകമാണ് ഉദ്ദേശിച്ചേ? അത് നേരെ ചൊവ്വേ പറയാൻ പോലും നിനക്കറിയില്ല. സാറിൻ്റെ വണ്ടിയുടെ സൗണ്ടല്ല കേട്ടെ. സാറ് വന്നെന്ന് തോന്നുന്നു. കാലമാടൻ ഇത്ര പെട്ടെന്ന് കെട്ടിയെടുത്താ? Good morning, sir. Good morning, sir. Good morning, sir. Good morning, sir. Good morning. Lisa, come to my cabin within 10 minutes. Okay, sir. നീ എന്തിനാ എന്നെ നോക്കുന്നേ? നിന്നല്ലേ സാറ് ക്യാബിനിലേക്ക് വിളിച്ചത്? എന്നെ തന്നെ സാറ് വിളിച്ചത്. പക്ഷേ മോനും സാറ് നല്ല കമ്പനിയല്ലേ. അതുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് പുതുക്കാൻ വരുന്നുണ്ടാന്ന് ചോദിക്കാനാ ഞാൻ നോക്കിയേ. ഞാനില്ല. ഞാൻ സാറ് എന്നെ വിളിക്കുമ്പോൾ പോയി ഫ്രണ്ട്ഷിപ്പ് പുതുക്കിക്കോളാം. ഇപ്പോൾ നീ ചെല്ല്. എന്തൊക്കെ പറഞ്ഞാലും സാറിനെ കാണാൻ നല്ല ഭംഗിയല്ലേ. നോക്കിക്കൊണ്ടിരിക്കാനേ തോന്നും. ഭംഗിയൊക്കെ തന്നെ. ഇതും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നാലേ ടെർമിനേഷൻ ലെറ്റർ എഴുതി ഇപ്പം തന്നെ നിൻ്റെ കയ്യിലോട്ട് തരും. ഒന്ന് പോടതണ്ടി, കരുനാക്കളത്ത് വളയ്ക്കാതെ. എനിക്കെൻ്റെ ജോലി തന്നെയാണ് മുഖ്യം. ഞാൻ ചെല്ലട്ടെ, നീ എങ്ങോട്ടെങ്കിലും പോ. സാർ, മേ കമ്മിങ്? ലിസ വരൂ. ഞാൻ തന്നെ വിളിപ്പിച്ചത് തനിക്കറിയാമല്ലോ. എന്താ ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങളെല്ലാം? എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഇൻ്റർവ്യൂസ് നടക്കുന്നില്ലേ? ഉണ്ട് സാർ. ഇൻ്റർവ്യൂ മോർണിംഗ് 8:30 തന്നെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. പിന്നെ ഇനിയുള്ളത് പേഴ്സണൽ അസിസ്റ്റൻറ്റിനുള്ള ഇൻ്റർവ്യൂ ആണ്. അതിനുള്ള ഡോക്യുമെൻറ്റ്സും ബയോഡാറ്റയും എല്ലാം ഞാൻ സാറിൻ്റെ ടേബിളിൽ വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഇത് കുറേ ഉണ്ടല്ലോ. ഇതെന്താ ഇതിലൊരു ബോയിയുടെ ബയോഡാറ്റ? ഇനി മറ്റ് ഇൻ്റർവ്യൂസിനകത്തുനിന്ന് വല്ലതും മാറി വന്നതാണോ ഇതിലേക്ക്? ഒരു മിസ്റ്റർ ജയകൃഷ്ണൻ? അല്ല സാർ, അത് PA ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ബയോഡാറ്റകളിൽ ഉണ്ടായിരുന്നത് തന്നെയാണ്. ഞാൻ വേറൊന്നും കൊണ്ട് ചോദിച്ചതല്ല. ഈ PA ഇൻ്റർവ്യൂവിനെല്ലാം കൂടുതലും വരാറുള്ളത് ഗേൾസ് അല്ലേ. ബോയ്സൊക്കെ അങ്ങനെ റെയറായിട്ടേ കണ്ടിട്ടുള്ളൂ. അതാ ഞാൻ ചോദിച്ചത്. എന്തായാലും ഇൻട്രസ്റ്റിംഗ്. മിസ്റ്റർ ജയകൃഷ്ണൻ MBA. എന്തായാലും താൻ ബാക്കിയുള്ളവരെയൊക്കെ പറഞ്ഞു വിട്ടിട്ട്
അയാളെ ഇങ്ങോട്ട് വിട്ടേക്ക്. അതെന്താ സാർ ബാക്കിയുള്ളവരെയൊക്കെ പറഞ്ഞു വിടുന്നേ? ഞാൻ പലവട്ടം ആവർത്തിച്ചിട്ടുള്ള കാര്യമാണ്. എന്നോട് ഇങ്ങോട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും വേണ്ട. ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി. കേട്ടല്ലോ? പക്ഷേ സാർ, എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ച് ഈ PA പോസ്റ്റിലേക്ക് ഗേൾസ് അല്ലേ ഒന്നും കൂടെ സൂട്ടാകുന്നത്. അതാ ഞാൻ അങ്ങനെ പറഞ്ഞേ. ലിസ, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ് ഞാൻ പറഞ്ഞൊരു കാര്യം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. ഞാൻ തന്നോട് പറഞ്ഞു ബാക്കിയുള്ളവരെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് അയാളെ ഇങ്ങോട്ട് വിടാൻ. അത് മാത്രം താൻ ചെയ്താൽ മതി. അല്ലാതെ ഇങ്ങോട്ട് തൻ്റെ ഒപ്പീനിയൻ ഒന്നും ഇറക്കണ്ട. കേട്ടല്ലോ? ഞാൻ പറഞ്ഞത് ചെയ്യാൻ നോക്ക്. അയാളെ ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ നോക്ക്. ചെല്ല്. ശരി സാർ. ഓ എൻ്റെ ദൈവമേ, ലേറ്റായി. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ എൻ്റെ അവസ്ഥ. ഇൻ്റർവ്യൂ കഴിഞ്ഞോ എന്തോ. അങ്ങോട്ട് ചെന്ന് നോക്കാം. സ്ഥിരം കാഴ്ച. കുറേ എണ്ണയൊക്കെ വന്ന് കുത്തിയിരിപ്പുണ്ടല്ലോ. ഇവർക്കൊന്നും വീട്ടിൽ വേറെ പണിയൊന്നുമില്ലേ? രാവിലെ തന്നെ എഴുന്നള്ളിക്കോളും. ഇൻ്റർവ്യൂ തകർത്തിയായിട്ട് നടക്കുന്നുണ്ടല്ലോ. എപ്പോഴും ഉള്ള ഊള ക്വസ്റ്റ്യൻസ് തന്നെ. കേട്ട് മടുത്ത്. ഇവിടെ വല്ല ഇരിക്കാം. ഈ ഇൻ്റർവ്യൂവിന് ഇത്തരം ക്വസ്റ്റ്യൻസൊക്കെ ഇവരെവിടുന്ന് കുത്തിപ്പൊക്കിക്കൊണ്ടുവരുന്ന? എന്തൊക്കെ ഊള ക്വസ്റ്റ്യൻസാ. എക്സ്ക്യൂസ് മീ, മിസ്റ്റർ ജയകൃഷ്ണൻ അല്ലേ? യാ, ഐ ആം ജയകൃഷ്ണൻ. എന്താ കുട്ടി വിളിച്ചത്? എനിത്തിങ് ഹെൽപ്പ്? എൻ്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ? ഞാൻ ഹെൽപ്പ് ചെയ്യാൻ മിടുക്കനാ കേട്ടോ. എനിക്ക് കുറച്ച് ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി കൂടുതലാണ്. അതും നിങ്ങളെപ്പോലെ സുന്ദരികളായ ഗേൾസിൻ്റെ അടുത്ത്. മടിക്കണ്ട കുട്ടി, പറഞ്ഞോളൂ. ഞാനല്ലേ, ഞാൻ എന്ത് വേണമെങ്കിലും തരാം. ഐ മീൻ ഹെൽപ്പ്. ഞാൻ അതിനൊന്നും വന്നതല്ല. ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നതാണ്, HR ഡിപ്പാർട്ട്മെൻറ്റിൽ. താൻ ഇൻ്റർവ്യൂവിന് വന്നതല്ലേ PAയുടെ? തന്നെ സാറ് വിളിക്കുന്നുണ്ട്. ക്യാബിനിലേക്ക് ചെല്ലാൻ പറഞ്ഞു. സോറി, ഞാൻ വിചാരിച്ചു താൻ പെട്ടെന്ന് എന്നോട് വന്ന് സംസാരിച്ചപ്പോൾ തനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമായിരിക്കുമെന്ന്. അതാ ഞാൻ അങ്ങനെ ചോദിച്ചത്. പിന്നെ എവിടെയാണ് ക്യാബിനെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നാമിനങ്ങോട്ട് ചെല്ലാമായിരുന്നു. പിന്നെ ലവ് യു, നമുക്കൊന്ന് കാണണം. ഇനി എവിടാണോ ക്യാബിൻ? ആ പെണ്ണ് പറഞ്ഞത് ഇങ്ങോട്ട് വരാനല്ലേ? അവസാനം കണ്ടുപിടിച്ച്. കേറാം, എന്നെക്കൊണ്ട് പറ്റും. ഐ ക്യാൻ ഡു ഇറ്റ്. ഇതിനകത്താരും ഇല്ലേ? അനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. ഒന്ന് മുട്ടി നോക്കാം. മേ കമ്മിങ് സാർ? യെസ് കമ്മിങ്. എൻ്റെ അമ്മ, ഇതാണോ സാറ്? ഇയാളെ കാണാൻ എന്ത് ഭംഗിയാ. ഒടുക്കത്തെ ലുക്ക്. എന്ത് ലുക്കായത്. താൻ എന്തു നോക്കി നിൽക്കുവാടോ അവിടെ? അല്ല സാർ, ഞാൻ വെറുതെ നോക്കി നിന്ന് പോയതാ. ഒരാൾക്ക് ഇത്രയും ഭംഗി കാണൂ, അതാ. എന്താ? അതല്ല സാർ, ഞാൻ ഇത്രയും സൗന്ദര്യമുള്ള ഒരാളെ ഇതുവരെ എൻ്റെ ജന്മത്ത് കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാനൊന്ന് നോക്കി നിന്ന് പോയെന്നേ ഉള്ളൂ. ഷട്ടപ്പ്. താനെന്താ വല്ല ഊളം പറയുന്ന കെട്ടിയെടുത്താണോ ഇങ്ങോട്ട്? ഒരുമാതിരി പിച്ചും പേയൊക്കെ നിന്ന് പറയുന്നത്. താൻ ഇൻ്റർവ്യൂവിന് വന്നതാണോ? ആണെങ്കിൽ താൻ അതുമാത്രം അങ്ങോട്ട് പറഞ്ഞാൽ മതി. അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും താനിവിടെ എഴുന്നള്ളിക്കണമെന്നില്ല. കേട്ടല്ലോ? ഇയാളെ കാണാൻ മാത്രമേ ഭംഗിയുള്ളൂ. ശരി സാർ, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. തൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ എടുക്ക്. എന്നാ സാർ.
MBA ഫസ്റ്റ് റാങ്ക്. ഈ ഫസ്റ്റ് റാങ്കോട് പാസ്സായ താനെന്തിനാ ഈ PA ജോലി സെലക്ട് ചെയ്തത്? തനിക്ക് വേറെ നല്ല ജോലി വല്ലതും നോക്കിക്കൂടെ? തൻ്റെ പഠിപ്പിനനുസരിച്ചുള്ള. അതൊക്കെ ശരിയാ സാർ. എൻ്റെ പഠിപ്പിനനുസരിച്ചുള്ള ജോലി നോക്കുന്ന കാര്യമൊക്കെ ഓക്കെയാണ്. പക്ഷെ അത് എനിക്കും കൂടെ താല്പര്യം വേണ്ടേ? എനിക്ക് ഈ ജോലിയാണ് ഇഷ്ടം. കാരണം ഈ ജോലിയാകുമ്പോൾ എപ്പോഴും ഇൻവോൾവ് ആയിരിക്കാം. ഐ മീൻ ബോറടിക്കില്ല. എപ്പോഴും ജോലി, ഫയൽസ് നോക്കുക, സാറിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഈ ബിസിനസ് ട്രിപ്പൊക്കെ പോകാമല്ലോ. അപ്പോൾ ഈ PA ആണല്ലോ കൂടെ കൊണ്ടുപോകുന്നത്. എനിക്ക് ഈ യാത്രയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഈ ജോലി ഞാൻ സെലക്ട് ചെയ്തത്. ഇതാകുമ്പം റിസ്ക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മൾ കുറച്ച് ഫയൽസ് നോക്കുക, സാറ് പറയുന്ന വർക്കുകൾ ചെയ്യുക, അത്രയല്ലേ ഉള്ളൂ. അതാണ് ഞാനിത് തിരഞ്ഞെടുക്കാൻ കാരണം. പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരുമാതിരി ഊള കൺസെപ്റ്റായിട്ട് തോന്നാം. പക്ഷേ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ. എൻ്റെ ഇഷ്ടം ഇതാണ്. പിന്നെ എനിക്ക് ഒരു ടൈം പോലും വെറുതെ ഇരിക്കുന്ന ഇഷ്ടമല്ല. എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഞാൻ ഒത്തിരി PA ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തതാണ്. പക്ഷേ ഒരെണ്ണം പോലും കിട്ടിയില്ല. കാരണം എല്ലാവർക്കും വേണ്ടത് ഈ സുന്ദരികളായ പെണ്ണുങ്ങളെയാണല്ലോ. ഈ PA എന്ന് ഉദ്ദേശിക്കുമ്പോൾ അങ്ങനെയാണല്ലോ. എന്നെപ്പോലുള്ളവരെയൊന്നും ആർക്കും വേണ്ട. ഇവിടെയും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ? കാരണം സാറിനെ കണ്ടിട്ടും എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. കാരണം സാറിൻ്റെ PA ആയിട്ട് സാറും ഒരു സുന്ദരി പെണ്ണിനെ തന്നെയാണ് ആഗ്രഹിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് ഞാൻ തന്നോട് പറഞ്ഞോ? അല്ലെങ്കിൽ എൻ്റെ നെറ്റിയിൽ വല്ലതും എഴുതി വെച്ചിട്ടുണ്ടോ ഞാൻ PA ആയിട്ട് ആഗ്രഹിക്കുന്നത് ഒരു പെൺകുട്ടിയാണെന്ന്? തൻ്റെ കൺസെപ്റ്റൊക്കെ കൊള്ളാം. എന്നാലും എനിക്ക് മനസ്സിലായി. സാറ് പറഞ്ഞ് ബുദ്ധിമുട്ടൊന്നും വേണ്ട. ഞാൻ സെലക്ട് ആയില്ലെന്നല്ലേ? ഓക്കെ. ഓ, എന്ന് ഞാൻ തന്നോട് പറഞ്ഞോ? താനെന്തിനാ ഈ എഴുതാപ്പുറം വായിക്കുന്നേ? താൻ സെലക്ട് ആയെന്നാ പറയാൻ വന്നേ. യു ആർ സെലക്റ്റഡ്. പിന്നൊരു കാര്യം, താൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിലാണ്, ഐ മീൻ തൻ്റെ ഹാർഡ് വർക്ക്, അത് കേട്ടുകൊണ്ട് മാത്രമാണ് ഞാൻ തന്നെ സെലക്ട് ചെയ്തത്. എനിക്ക് അത് മാത്രമാണ് വേണ്ടത്. പിന്നെ ചെയ്യുന്ന ജോലി അത് പെർഫെക്റ്റ് ആയിരിക്കണം. കറക്റ്റ് ടൈമിൽ അത്ര ആക്യുറേറ്റ് ആയിരിക്കണം ഇവിടുത്തെ വർക്ക്. എന്തായാലും താൻ ഇന്നോട്ട് ജോലിക്ക് കയറിക്കോ. പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ HR ഡിപ്പാർട്ട്മെൻറ്റിൽ ലിസിയോട് പറഞ്ഞാൽ മതി. താൻ ചെന്ന് സൈൻ ചെയ്തിട്ട് വാ. ഷുവർ സാർ. പിന്നെ താങ്ക്സ് സാർ എന്നെ ഈ ജോലിയിൽ സെലക്ട് ചെയ്തതിന്. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം സാറ് മറക്കണ്ട. സാറിനെ കാണാൻ അടിപൊളിയാ. എന്നാ ഞാൻ പോട്ടെ. ഓ, ഇവനെ കൊണ്ട് ഡോ. അയ്യോ സാർ, ഞാൻ പോവാ. ഇവൻ എനിക്കൊരു തലവേദന ആകൂ. നോക്കാം. രക്ഷപ്പെട്ട്. കുറച്ച് നേരം കൂടെ അവിടെ നിന്നിരുന്നെങ്കിൽ അയാൾ എന്തെങ്കിലും എടുത്ത് എന്നെ തലമണ്ടക്കിട്ടെറിഞ്ഞേനെ. ഇനി ആ ലിസയുടെ ക്യാബിൻ എവിടെയാണോ? എവിടെ പോയി തപ്പിപ്പിടിക്കാനാ? അയാൾക്കൊന്ന് പറഞ്ഞു തന്നൂടെ എവിടെയാണെന്ന്? ഒരു മുഷടൻ. എൻ്റെ മക്കു, കുക്കു, മിക്കു, നിങ്ങൾക്ക് സുഖമല്ലേ? നിങ്ങൾ മാത്രമുള്ളൂ എനിക്കിവിടെ കൂട്ട്. എന്ത് രസമാണ് നിങ്ങളിങ്ങനെ പിടിച്ചോണ്ടിരിക്കാൻ. ഹായ്. ഉമ്മ മക്കു, നീ അടങ്ങിയിരുന്നേ. നിനക്കും ഞാൻ ഉമ്മ തരാം. ഉമ്മ. ഇനി ഈ ക്യാബിനാണോ? ഇതാരുടെ ക്യാബിനാ? ഇതെന്താ ഇവിടെ കാണിക്കുന്ന? അയ്യേ, എക്സ്ക്യൂസ് മീ. അയ്യോ, എന്നൊന്നും പറയല്ല സാറേ. താനാരാടോ? തനിക്കെന്താ ഇവിടെ കാര്യം? മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് താനാരാടോ? ഞാൻ ഇവിടെ പുതിയതായിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്ത PA ആണ്. ഞാൻ ലിസയുടെ ക്യാബിൻ അന്വേഷിച്ച് വന്നതാ. അതിന് താൻ എൻ്റെ ക്യാബിനിലേക്ക് എന്തിനാണ് വന്നത്? ലിസയുടെ ക്യാബിനിലേക്ക് പോകണമെങ്കിൽ ലിസയുടെ ക്യാബിനിലേക്ക് പോകണം, അല്ലാതെ എൻ്റെ ക്യാബിനിലേക്കല്ല വരുന്നത്. കേട്ടല്ലോ? ഓക്കെ. ഞാൻ ലിസയുടെ ക്യാബിനിലേക്ക് തന്നെ പോകാനാണ് വന്നത്. പക്ഷേ ക്യാബിൻ എവിടെയാണെന്ന് എനിക്കറിയില്ല. പറ്റുമെങ്കിൽ ലിസയുടെ ക്യാബിൻ എവിടെയാണെന്നൊന്ന് പറഞ്ഞു തരാമോ?
പിന്നെ എനിക്കതല്ലേ പണി. ഞാൻ ഇവിടെ മിക്കുവും മക്കുവും ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുക. താൻ ശല്യപ്പെടുത്താമെന്ന് പൊക്കെ. വേണമെങ്കിൽ തന്നെ പോയി കണ്ടുപിടിക്കുക. ആ ഓക്കെ, ഞാൻ ലിസയുടെ ക്യാബിൻ തന്നെ കണ്ടുപിടിച്ചോളാം. പിന്നെ ഒരു കാര്യം, എനിക്ക് ലിസയുടെ ക്യാബിനിലേക്ക് പോകുന്നതിന് മുമ്പേ സാറിൻ്റെ ക്യാബിനിലേക്കൊന്ന് പോകേണ്ട ആവശ്യമുണ്ട്. കാരണം ഇവിടെ ചിലരെ ജോലി ചെയ്യുന്നതിന് പകരം ഇങ്ങനെയുള്ള പണികളാണ് ചെയ്യുന്നതെന്ന് സാറിനെ ഒന്ന് റിപ്പോർട്ട് ചെയ്യണ്ടേ? അതിന്. അതെന്തിനാ? ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഞാൻ തന്നെ ഒന്ന് ദേഷ്യപ്പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ. ഞാൻ പറഞ്ഞുതരാം ലിസയുടെ ക്യാബിൻ എവിടെയാന്ന്. എൻ്റെ കൂടെ വന്നാൽ മതി. വാ, ഞാൻ എന്തായാലും കാണിച്ചു തരാം. എനിക്ക് അവിടം വരെ പോകണ്ടേ, ഒരാവശ്യമുണ്ട്. വാ, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ വഴിക്ക് വാ. എന്നോടാണ് അവൻ്റെ കളി. സകല തരികിടയും അറിയാവുന്ന എന്നോട്. എന്നാലും ഞാനങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞ് എന്തൊക്കെ എന്നെ പറഞ്ഞ് കടിച്ചു കീറാനാണ് വരുന്നത്. എന്തൊരു സ്വഭാവമാണ്. ഡേ ലിസ. ഓ, പേടിച്ചു പോയല്ലോ. എന്താടാ കാര്യം? മനുഷ്യനെ ഒന്നാമത് ഇവിടെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. അപ്പോഴാ ഭ്രാന്താ? അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? ഞാൻ നിന്നെ ശല്യപ്പെടുത്താൻ വന്നതൊന്നുമല്ല. ദേ ഇയാളെ ഇവിടെ കൊണ്ടുവരാൻ വന്നയാ. എന്നാൽ ഞാൻ പോട്ടെ. ഹേയ് താങ്ക്സ്. പിന്നെ മിക്കുവിനെയും മക്കുവിനെയും കുക്കുവിനെയൊക്കെ തിരക്കിയെന്ന് പറഞ്ഞേക്കേട്ടാ. തിരക്കിയെന്ന് പറഞ്ഞേക്കാം. ശരി. തന്നെ സെലക്ട് ചെയ്തു അല്ലേ? ഇന്ന് ഡോക്യുമെൻറ്റ്സും അഗ്രിമെൻറ്റ് പേപ്പേഴ്സും ഇതിൽ വായിച്ച് നോക്കിയിട്ട് സൈൻ ചെയ്തോ കേട്ടോ. എന്നിട്ട് സാറിൻ്റെ ക്യാബിനിലേക്ക് കൊടുത്താൽ മതി. ആ ഓക്കേടോ. എന്നാൽ ഞാൻ പോട്ടെ. ലവ് യു. മേ കമ്മിങ് സാർ? യെസ് കമ്മിങ്. സാർ ഇതാ എഗ്രിമെൻറ്റ് പേപ്പർ. ഞാൻ ഇതിൽ സൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ വച്ചേക്ക്. പിന്നെ തനിക്കുള്ള വർക്ക് ഞാൻ ലിസയോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് ചെന്നാൽ മതി. കുറച്ച് ഫയൽസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ലിസ പറഞ്ഞു തന്നോളൂ. പിന്നെ ആ ഫയൽസ് എല്ലാം ഇന്ന് ഈവനിങ് ഉള്ളിൽ എനിക്ക് സബ്മിറ്റ് ചെയ്യണം. കേട്ടല്ലോ? എന്നാൽ താൻ ചെല്ല്. ഓക്കെ സാർ. ഇയാളെന്തൊരു സാധനമാണ്. ഇയാളൊന്ന് ചിരിക്കാറില്ലേ? എപ്പോഴും മുഖം വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഒരാളെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ശരിയാക്കാം. ലിസ അല്ലേ പോണത്? ലിസ. താനോ? തൻ്റെ വർക്ക് സാറ് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. വാ, ഞാൻ എടുത്തു തരാം. ദേ ഈ ഫയൽസുകളാണ് താൻ ക്ലിയർ ചെയ്യേണ്ടത്. അതും ഇന്ന് ഈവനിങ് ഉള്ളിൽ തന്നെ സാറിന് സബ്മിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ തൻ്റെ ജോലി തുടങ്ങിക്കോ. ഇത്രയും ഫയൽസോ? അതും ഇന്ന് ഈവനിങ് ഉള്ളിൽ? ഞാനിതെങ്ങനെ സബ്മിറ്റ് ചെയ്യാനാണ് ഇത്രയും? അതൊന്നും എനിക്കറിയില്ല. സാറ് പറഞ്ഞു ഈ ഫയലെല്ലാം തന്നെ കൊണ്ട് ക്ലിയർ ചെയ്യിപ്പിക്കാൻ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഇതിനു മുമ്പ് എൻ്റെ ഈ പോസ്റ്റിൽ വേറെ ആരും വർക്ക് ചെയ്തിട്ടില്ലേ? വേറൊന്നും കൊണ്ടല്ല, ഇത്രയും പെൻഡിങ് വർക്ക്സ് കണ്ടുകൊണ്ട് ചോദിച്ചതാ. അതുണ്ട്, പക്ഷേ ഇതൊന്നും പിയുടെ പെൻഡിങ് വർക്ക്സ് അല്ല. സാറ് പറഞ്ഞു തനിക്ക് ജോലി ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്, ഒരു ടൈമിൽ പോലും വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ ഉള്ള എല്ലാ സ്റ്റാഫിൻ്റെയും പെൻഡിങ് വർക്ക്സ്, ആ ഫയൽസ് എല്ലാം നോക്കാൻ തന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞു. അതാ ഇത്രയും വർക്ക്സ് വന്നത്. എന്നാൽ ഞാൻ പോട്ടെ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. തന്നെ വർക്ക് നടക്കട്ടെ എന്നാ. ശരി. എൻ്റെ ദൈവമേ, ഏത് ടൈമിലാണ് എനിക്ക് അങ്ങനെയൊക്കെ പുളു തട്ടിവിടാൻ തോന്നിയത്? എനിക്കിപ്പോൾ ജോലി അത്യാവശ്യമായിപ്പോയി. ഇതെന്തോരം വർക്കാ, ഇതെപ്പം തീരാനാ? ഇതൊക്കെ എന്താണാവോ? നോക്കിയിട്ടാണെങ്കിൽ ഒരു കുന്തവും മനസ്സിലാവുന്നില്ല. ഉറക്കം വന്നിട്ട് വയ്യ. തീർത്തല്ലേ പറ്റൂ. എൻ്റെ ഒരു വിധി.
ഇത്രയധികം പെയിൻറ്റിങ് വർക്ക്സ് കൊടുത്തത് കൂടാതെ നമ്മുടെ ജെയ്ക്ക് നമ്മുടെ സാറ് വീണ്ടും വീണ്ടും ഓരോ പണികൾ കൊടുത്തോണ്ടേ ഇരിക്കുകയാണ്. അതായത് നിലവിൽ കൊടുത്ത ജോലി ചെയ്ത് തീർക്കുന്നതിന് മുമ്പ് തന്നെ വീണ്ടും വീണ്ടും ഓരോ വർക്കായിട്ട് ജെയ്ക്കേനെ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ക്യാബിനിലേക്ക് ജെയ്ക്കേനെ വിളിപ്പിക്കുന്നുമുണ്ട്. ഓ, ഇയാളെ കൊണ്ട് ഞാൻ തോറ്റ്. ഇനി എന്തിനാവോ വിളിപ്പിക്കുന്നത്? മേ കമിങ് സർ? ആ എസ്, വരൂ. ഞാൻ തന്നെ വിളിപ്പിച്ചത് നമ്മുടെ മീറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഫയൽസ് നമ്മുടെ സ്റ്റോർ റൂമിലുണ്ട്. അപ്പോൾ താൻ പോയി ഒന്ന് എടുത്തുകൊണ്ട് വരണം. ഓക്കെ സാർ, ഞാൻ ഇപ്പോൾ കൊണ്ടുവരാം. പിന്നെ ഒരു കാര്യം, ഓൾഡ് മീറ്റിങ്ങിൻ്റെ പഴയ ഫയൽസും കൂടെ ഒന്നെടുത്തുകൊണ്ട് പോന്നേക്ക്. ശരി ശരി സാർ. ഇയാളെ കൊണ്ട് തോറ്റ്. ഇനിയെങ്കിലും വിളിക്കാതിരുന്നാൽ മതിയായിരുന്നു. പിന്നെ ഇയാളെ ഞാനിന്ന് കൊല്ലും, പണ്ടാരം പിടിക്കാൻ. മേ കമ്മിങ് സാർ? തനിക്കെന്താ വിളിച്ചാൽ വരാൻ ഇത്ര ബുദ്ധിമുട്ട്? തന്നെ എത്ര വട്ടം വിളിക്കണം? സോറി സാർ, എനിക്ക് കുറച്ച് വർക്കുണ്ടായിരുന്നു, അതാ ഞാൻ വൈകിയേ. ഓക്കെ. പിന്നെ തന്നെ വിളിപ്പിച്ചത് താൻ ഇവിടുത്തെ മുഴുവൻ എംപ്ലോയീസിൻ്റെയും ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം വിത്തിൻ 2 hours. ഓക്കെ? ഇയാളെ കൊണ്ട് ഞാൻ തോറ്റ്. ഇയാളുടെ ചാക്കാല എൻ്റെ കൈ കൊണ്ട് തന്നെയായിരിക്കും. എൻ്റെ ദൈവമേ, ഇത്ര എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസോ? അത് 2 hours കൊണ്ട് ഇത് കളക്ട് ചെയ്ത് വരുമ്പോൾ ഞാനൊരു പരുവാകുമല്ലോ. ഹലോ ജയകൃഷ്ണൻ, കം ടു മൈ ക്യാബിൻ. പിന്നെയും ഇയാൾക്ക് എന്തിൻ്റെ കേടാണ്? ഇനി എന്താണാവോ ഇയാളെ കൊണ്ട് ഞാൻ. എന്താ സാർ ഇവിടെ നടക്കുന്നത്? ഞാനെന്താ തീരുമ്പോൾ ജോലി തരാൻ വേണ്ടി കുപ്പിയിൽ നിന്ന് ഇറങ്ങിയ വല്ല ഭൂതം വല്ല ആണോ? ഞാനും മനുഷ്യൻ തന്നെയാണ്. കുറേ നേരമായി മനുഷ്യൻ സഹിക്കുന്നു. അതും ഒരു വർക്ക് തീർന്നതായിട്ടാണ് അടുത്ത വർക്ക് തരുന്നതെങ്കിൽ പിന്നെയുണ്ട്. ഇതൊരു വർക്ക് തീരുന്നതിന് മുമ്പ് അടുത്തടുത്ത വർക്ക് തരാൻ ഞാനെന്താ വല്ല ഭൂതമാണോ? അതോ വല്ല യന്ത്രമോ? ഷഡപ്പ്. താൻ എങ്ങോട്ടാണ് ഈ പറഞ്ഞു കയറി പോണത്? താനിവിടെ ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ പറഞ്ഞ കാര്യമൊന്നും താൻ മറന്നിട്ടില്ലല്ലോ. തനിക്ക് എന്താ ഇവിടെ വർക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ഇഷ്ടം, തനിക്ക് വർക്ക് ചെയ്യാതിരുന്ന ബോറടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തന്നോട് എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടല്ലേ ഇവിടെ ജോലിക്കെടുത്തത്. ആ ഒരു കൺസിഡറേഷൻ കൊണ്ട് മാത്രമാണ് തന്നെ ഇവിടെ ഞാൻ എടുത്തത് എന്നും പറഞ്ഞ് ഇങ്ങനെ ഒരാൾക്ക് വർക്ക് തരുമോ? നോട്ട് എ റോബോട്ട്, ഐ ആം എ ഹ്യൂമൻ ബീയിങ്. അത് സാർ മനസ്സിലാക്കിയാൽ കൊള്ളാം. ഇങ്ങനെയുണ്ടോ മനുഷ്യർ? മാലാഖയുടെ രൂപവും ചെകുത്താൻ്റെ സ്വഭാവവും. എന്താണ് താൻ പറഞ്ഞത്? ഞാൻ ചെകുത്താനാണെന്നോ? ഞാനിപ്പോൾ തനിക്ക് തന്നിരിക്കുന്ന മൊത്തം വർക്കും ഇന്ന് ഈവനിങ്ങുള്ളിൽ താൻ ഇവിടുന്ന് സബ്മിറ്റ് ചെയ്തിട്ട് ഇറങ്ങിയേച്ചാൽ മതി. അല്ലെങ്കിൽ താൻ ഇവിടെ തന്നെ കിടന്നു. ഗെറ്റ് ഔട്ട്. പന്ന പട്ടിത്തണ്ടി. ജോലി എൻ്റെ ആവശ്യമായിപ്പോയി. ഇല്ലെങ്കിൽ ഞാൻ ഇയാളെ ഇവിടെ വലിച്ചു കീറി ഒട്ടിച്ചേനെ, നാശം പിടിക്കാൻ. അവന് എത്ര ധൈര്യം ഉണ്ടായിട്ടാ എൻ്റെ മുഖത്ത് നോക്കി അങ്ങനെയൊക്കെ പറഞ്ഞത്. നീ കാണിച്ചു കൊടുക്കാവന്. ദൈവമേ, ഇനി എന്നെ എന്തിനാണാവോ ക്യാബിനിലേക്ക് വിളിച്ചത്? സാർ, മേ ഐ? വരൂ. ഞാൻ തന്നെ വിളിപ്പിച്ചത് ഇന്ന് നൈറ്റ് ഉള്ള മീറ്റിങ്ങിന് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടാണ്. നൈറ്റുള്ള മീറ്റിങ്ങോ? ഏത് മീറ്റിങ്ങിനെ കുറിച്ചാണ് സാർ പറയുന്നേ? എനിക്ക് മനസ്സിലായില്ല. അതിന് തനിക്ക് ഏതൊക്കെ മീറ്റിങ്ങിനെ കുറിച്ച് അറിയാം? അതൊന്ന് പറഞ്ഞാലോ ആദ്യം. അതല്ല സാർ, ഏത് മീറ്റിംഗ് ആണെന്ന് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ജാക്സാം, തൻ്റെ മണ്ടത്തരം എഴുന്നള്ളിക്കാനല്ല പറഞ്ഞത്. മനുഷ്യനിവിടെ ഒന്നാതെ കാലികേറി നിൽക്കുക. അതിൻ്റെ ഇടയ്ക്കാം അവൻ്റെ ഇവിടെ ഇന്നും പാരഗണിൽ വെച്ച് നടക്കുന്ന നൈറ്റ് മീറ്റിംഗ്. ലിസ ഇന്ന് ഹാഫ് ഡേ ലീവ് ആയതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. താൻ എന്തായാലും ആ മീറ്റിങ്ങിൻ്റെ പ്രൊസീജിയേഴ്സ് ഒന്ന് പറ. ലിസ പറഞ്ഞപ്പോൾ കയറി ഏറ്റും പോയി. ഇനി എന്താണോ പറയേണ്ടത്? പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ നടപടിക്രമങ്ങളെന്നല്ലേ? അത് പറയാം. താൻ എന്താലോചിച്ചുകൊണ്ടിരിക്കുവാടോ? സാറേ, ഞാൻ ഇപ്പോൾ പറയാം.
നൈറ്റാണ് മീറ്റിംഗ്. അപ്പം അതിന് സാറ് പോകണമെങ്കിൽ ഇവിടുന്ന് കുറച്ച് നേരത്തെ ഇറങ്ങണം. എന്നിട്ട് സാറ് കാറ് എടുത്തിട്ട് സാറ് വീട്ടിൽ പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു കാര്യം സാറ് പ്രത്യേകം ശ്രദ്ധിക്കണം, വെൽ ഡ്രസ്സിൽ വേണം അങ്ങോട്ട് ചെല്ലാൻ. കാരണം ഒത്തിരി പേര് വരുന്നതല്ലേ അപ്പോൾ മീറ്റിങ്ങിനൊക്കെ. അപ്പോൾ സാറ് അടിപൊളിയായിരിക്കണ്ടേ. അപ്പോൾ സാറ് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വീണ്ടും കാറെടുത്ത് അവിടെ കറക്റ്റ് ടൈമിൽ കറക്റ്റ് പഞ്ച്വാലിറ്റിയിൽ സാറ് എത്തിയിട്ട് നിർത്തണം. അവൻ്റെ ഒരു മീറ്റിംഗ് പ്രൊസീജിയർ. താനിനി ഒരക്ഷരം മിണ്ടിപ്പോലും. ഇതാണോ തൻ്റെ മീറ്റിംഗ് പ്രൊസീജിയർ? താൻ ആരാടോ ഇത് പറയാൻ പഠിപ്പിച്ചത്? തന്നെയൊക്കെ ഇവിടെ ജോലിക്കെടുത്ത ഇൻ്റർവ്യൂ ബോർഡിനെ വേണം പറയാൻ. അതെങ്ങനെ കുറേ എണ്ണം റെക്കമെൻഡ് എന്ന് പറഞ്ഞ് കുറ്റിയും പറിച്ച് വരും മനുഷ്യന് തലവേദന ഉണ്ടാക്കാൻ. ഗെറ്റ് ഔട്ട്. ശരി സാർ, ശരി. എൻ്റെ ദൈവമേ, ഇപ്പോൾ അവിടെ എന്താ ഉണ്ടായത്? എൻ്റെ ഹാർട്ട് ഇടിക്കുന്നുണ്ടല്ലോ. ജീവനുണ്ട്. കുറച്ച് നേരം കൂടെ ഞാൻ അവിടെ നിന്ന് തട്ടിപ്പോയനെ. സാർ, ഇന്ന് രാവിലെ തന്ന ഫയലെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അവിടെ വച്ചേക്ക്. പിന്നെ ഒരു കാര്യം, ഇന്ന് നൈറ്റ് ഹോട്ടൽ പാരഗൺ വെച്ച് ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ മീറ്റിങ്ങിന് താനും എൻ്റെ കൂടെ ഇന്ന് വരണം. അത് സാർ, എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം കുറേ പെൻഡിങ് വർക്ക്സ് ഉണ്ട്. പിന്നെ അതെല്ലാം ക്ലിയർ ചെയ്തിട്ടേ ഇവിടുന്ന് പോകാവുള്ളൂ എന്നല്ലേ സാറ് പറഞ്ഞിരിക്കുന്നത്. അത് താൻ നാളെ വന്ന് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഇന്നെന്തായാലും മീറ്റിങ്ങിന് പോകാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ താൻ എന്തായാലും റെഡിയായി നിന്നേക്ക്. പിന്നെ ഒരു കാര്യം, വെൽ ഡ്രസ്സിൽ വേണം വരാൻ. താൻ ഇവിടെ ഇടുന്ന ഈ ഡ്രസ്സൊന്നുമല്ല, കുറച്ചും കൂടെ നല്ല ഡ്രസ്സുണ്ടെങ്കിൽ അത് വേണം ഇട്ടുകൊണ്ട് വരാൻ. പിന്നെ താൻ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ നൈറ്റ് വെയിറ്റ് ചെയ്താൽ മതി. ഞാനും ഡ്രൈവറും വന്ന് തന്നെ അവിടുന്ന് പിക്ക് ചെയ്തോളാം. ഓക്കെ? ഓക്കെ സാർ. എന്നാൽ താൻ ചെല്ല്. ഇവന് ഇത്രയും ലുക്കുണ്ടായിരുന്നോ? സാർ, പോകാം. പോകാം. എന്നാൽ താൻ വാ. പിന്നെ ഒരു കാര്യം, മീറ്റിംഗ് ഒരു 1 hour കാണത്തുള്ളൂ. തനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പാർട്ടി ഉണ്ട് ചെറിയ. അതായത് ഒരു നോർമൽ മീറ്റിംഗ് അല്ല. എല്ലാ കമ്പനീസിൻ്റെയും CEOസും MDയും എല്ലാവരും കൂടെ വന്നിട്ട് ഒരു ജസ്റ്റ് ഒരു മീറ്റിംഗ് വിത്ത് പാർട്ടി പോലെയാണ്. അപ്പോൾ തനിക്ക് വേണമെങ്കിൽ അതിൽ എൻജോയ് ചെയ്യാം. ഓക്കെ? ഓക്കെ സാർ. ഹായ് കാർത്തിക്, എന്താ താൻ ഇത്ര ലേറ്റായി പോയത്? ഹായ്, കുറച്ച് ട്രാഫിക് ബ്ലോക്ക്സ് ഉണ്ടായിരുന്നു, അതാ. ഇതാരാ തൻ്റെ കൂടെയുള്ളത്? തൻ്റെ ന്യൂ അസിസ്റ്റൻ്റ് ആണോ? ഹായ്, ഐ ആം ശങ്കർ മഹാദേവ്. ഹായ് സാർ. നൈസ്, ആള് കൊള്ളാമല്ലോ. എന്താണ് ഈ ഹാൻസം പിയുടെ പേര്? ഐ ആം ജയകൃഷ്ണൻ. നൈസ് നെയിം. കാണണം. ജയകൃഷ്ണൻ, എന്നാൽ താൻ ചെല്ല്. മീറ്റിംഗ് തുടങ്ങാൻ ടൈമായി. താനവിടെ പാർട്ടിയുടെ അവിടെ വെയിറ്റ് ചെയ്താൽ മതി. ശരി സാർ. ആള് കൊള്ളാല്ലേ, ഇൻട്രസ്റ്റിംഗ്. മീറ്റിങ്ങിന് ടൈമായി. ഫസ്റ്റ് അതിന് കറക്റ്റ് ടൈമിൽ വരാൻ നോക്കും. ബോറടിക്കുന്നു.
കുടിച്ചാലോ? അയാൾ വല്ലതും പറയോ? ഹേ, എന്നോട് എൻജോയ് ചെയ്തോളാനല്ലേ പറഞ്ഞത്. എൻജോയ്മെൻറ്റിൽ ഇതും പെടുമല്ലോ. എന്തായാലും കുടിക്കാം, വെറുതെ കിട്ടുന്നതല്ലേ. ഹേ ബേരർ, ഇങ്ങോട്ട്. ഈ സാധനത്തിൻ്റെയൊക്കെ പേരെന്താണാവോ? കണ്ടിട്ട് നല്ല അടിപൊളി ഐറ്റമാണെന്ന് തോന്നുന്നു. എന്തായാലും കുടിച്ചു നോക്കാം. ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് കുടിക്കാൻ പറ്റൂ. കൊള്ളാം കൊള്ളാം. ഓഹ്, ഒറ്റയ്ക്കിരുന്നടിച്ചിട്ടൊരു സുഖമില്ല. എനിക്ക് ചിയേഴ്സ് പറയാൻ ആരുമില്ല ഇവിടെ. ആ ചേട്ടന്മാരെ, നിങ്ങളെനിക്ക് ചിയേഴ്സ് പറയുമോ? ആ, ചിയേഴ്സ്. ഇത് കുടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും ബോറടിക്കുന്നല്ലോ. ഇനി എന്താ ചെയ്യണ്ടേ? അവിടെ ഡാൻസ് അല്ലേ നടക്കുന്നത്? അങ്ങോട്ട് ചെന്നില്ല. ഹലോ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ. ലേഡീസ് ഉണ്ടോ ഇവിടെ? ഉണ്ടല്ലോ. എന്നാലും അത് വേണ്ട. ഹായ് എവരിബഡി. നിങ്ങൾക്കെല്ലാം സുഖമല്ലേ? എനിക്കിവിടെ സുഖമാണ്. ഇനി നിങ്ങൾക്ക് സുഖം കൂടുതൽ വേണമെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ടൊരു പെർഫോമൻസ് കാഴ്ചവെക്കാം ഇവിടെ. വെറും ഫ്രീ, ഒന്നും തരണ്ട. ഫ്രീ. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ പെർഫോമൻസ്? നിങ്ങളുടെ സപ്പോർട്ട് മാത്രം മതി എനിക്ക്. ഓക്കെ? ഇവൻ എത്ര ഹോട്ടായിരുന്നു. കൊള്ളാം.